തുടരും. ഈ സിനിമയുടെ പേര് സൂചിക്കുന്ന പോലെ ഇനിയും ഇങ്ങനെ തുടരട്ടെ എന്നാണ് കാഴ്ചക്കാരുടെ അഭിപ്രായം. എൻ്റെയും ഒരു ലാലേട്ടൻ്റെ പഴയ ഒരു എനർജിയിൽ കാണാൻ പറ്റി. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സന്തോഷവും സംതൃപ്തിയൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അത്രയും ഹാപ്പി ആയോടെയായിരുന്നു തിയേറ്റർ വിട്ടിറങ്ങിയത്. ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ഗംഭീര സിനിമ കണ്ട ഒരു ആത്മസംതൃപ്തിയും ലാലേട്ടനെ ആ പഴയ ഉഷാറിൽ കാണാൻ പറ്റിയ ഒരു സന്തോഷവും കൂടെ ഈ സിനിമയ്ക്ക് പുറകിലുണ്ട്. തരുൺമൂർത്തി ഡയറക്റ്റ് ചെയ്ത് മോഹൻലാൽ, പ്രകാശ് വർമ്മ, ബിനു പപ്പു, ശോഭന തുടങ്ങിയ ഒരു താരനിര അണിനേർന്ന ഈ സിനിമ എമ്പുരാനേക്കാളും കൂടുതൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു സിനിമയാണ്. തരുൺമൂർത്തിയിലുള്ള വിശ്വാസം തന്നെയാണത്. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക തുടങ്ങിയ സിനിമകൾ എടുത്തതിന് ശേഷം ഈ സിനിമ കംപ്ലീറ്റ്ലി 2 ഡിഫറെൻറ്റ് ജോണറിൽ എടുക്കുകയും സിനിമയുടെ ആദ്യ അപ്ഡേറ്റ് മുതൽക്കേ കാണുന്ന ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുകയും എന്തോ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ ഉണ്ട് എന്ന് നമ്മളെ ചിന്തിപ്പിക്കാൻ വെക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരുന്നു തുടരും. അതിനെ 100% അല്ലെങ്കിൽ അതിലുപരി തൃപ്തി നൽകിയ ഒരു ആവിഷ്കാരമായിരുന്നു തുടരും എന്ന സിനിമയ്ക്ക് ഉണ്ടായത്. ഈ സിനിമയിൽ ഷൺമുഖൻ അല്ലെങ്കിൽ ബെൻസ് എന്ന സാധാ ഒരു ഡ്രൈവറിൽ നിന്നും തുടങ്ങി ആ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കാണിച്ചുകൊണ്ട് രണ്ടാം പകുതിയിലോട്ട് ഈ സിനിമ കംപ്ലീറ്റ്ലി ഒരു മൂഡ് ചേഞ്ച് ആവുന്നുണ്ട്. പിന്നീട് സിനിമ മൊത്തം ഒരു ഹൈ മൊമെന്റ്സിന്റെ ഒരു അയ്യരുകളി തന്നെയാണ് സിനിമയിലുള്ളത്. വളരെയധികം ആവേശത്തോടെയും ആർപ്പുവിളികളോടെയും കാണാൻ പറ്റിയ ഒരു ഗംഭീര സിനിമ കൂടിയാണ് തുടരും എന്ന സിനിമ. ഈ ത്രൂഔട്ട് സിനിമ ഒട്ടും ബോറടിപ്പിക്കാതെ സിനിമ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ആദ്യ പകുതി വളരെ രസകരമായി പോവുകയും പിന്നീട് മെയിൻ പ്ലോട്ടിലോട്ട് തിരികുകയും ഈ സിനിമ ഭയങ്കര ഒരു ത്രൂ ഔട്ട് നമ്മളെ എക്സൈറ്റ്മെന്റിലൂടെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. നല്ല എഴുത്തും അതിനെ പറ്റിയ നല്ലൊരു മേക്കിങ്ങും കൊണ്ട് തരുൺമൂർത്തി നമ്മളെ ഞെട്ടിക്കേണ്ട. ഒപ്പം KR സുനിൽ എഴുത്തിലെ പങ്കാളി, ഒപ്പം ഛായാഗ്രഹണത്തിൽ ഷാജി കുമാർ. പുള്ളിയുടെ ഗംഭീര കട്ട്സും ഈ സിനിമയ്ക്ക് വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഒപ്പം ജാക്സ് ബിജോയിന്റെ കിടിലൻ BGMഉം ഈ സിനിമയ്ക്ക് ഭയങ്കര ഒരു പുള്ള് കിട്ടുന്നുണ്ട്. എത്രയോ സീനുകൾ, നമുക്ക് ഗംഭീര ഷോട്ടുകൾ, മോഹൻലാലിന്റെ കുറെ ക്ലോസ് ഷോട്ടുകൾ ഉണ്ട്. പുള്ളിക്ക് ഒരു പ്രാന്ത് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, അത് കണ്ടിട്ട് നമുക്കിങ്ങനെ കോരിത്തെരിപ്പൊക്കെ ഉണ്ടാകുന്ന പോലെ ഗംഭീര ഹൈ മൊമെന്റ്സ് കൊണ്ടുള്ള ഒരു ഗംഭീര സിനിമയാണ്. ഒരു നടൻ ഈ മോഹൻലാലിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്ന് പെർഫെക്റ്റ്ലി അറിയാവുന്ന ഒരു ഡയറക്ടർ എടുത്തു വെച്ച ഒരു സിനിമയാണ് തുടരും എന്ന സിനിമ. ശരിക്കും ഇതാണ് ഒരു ഫാൻ ബോയ് സംഭവം എന്ന് പറയുകയാണെങ്കിൽ. പെർഫോമൻസിൽ ലാലേട്ടൻ ഞെട്ടിച്ചു കളഞ്ഞു. പുള്ളിയുടെ ആദ്യ പകുതിയിൽ നമുക്ക് പുള്ളിയുടെ കുറെ പഴയ തമാശകൾ നിറഞ്ഞ രീതിയിലുള്ള കുറെ സംഭവങ്ങൾ കാണാൻ പറ്റും. അതിനുശേഷം പുള്ളിയുടെ മാസ് കാണാൻ പറ്റും. കാരണം മാസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നല്ല എഴുത്തും ആ ക്യാരക്ടേഴ്സ് വളരെ വൃത്തിക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ, പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഉണ്ടാക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായി ഹൈ മൊമെന്റ് ഉണ്ടായിക്കോളും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടരും എന്ന സിനിമ. ഇതിൽ വലിയ ബിഗ് ക്യാൻവാസോ ഹെലികോപ്റ്റർ ഇറങ്ങുന്നതോ തോക്കുകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷെ പ്രേക്ഷകനെ തൃപ്തി തരുന്ന, തിയേറ്ററിൽ ആഘോഷിച്ച് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര സിനിമയാണ് തുടരും. ഉറപ്പായും ഫാമിലി ഓഡിയൻസ് സിനിമയ്ക്ക് ഇരച്ചു കയറും. ശരിക്കും ഒരു ബോക്സ് ഓഫീസ് പവർ എന്താണെന്ന് അറിയാൻ പറ്റും. മറ്റു സിനിമകളെ അപേക്ഷിച്ച് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് എമ്പുരാനടക്കം ഒരു പ്രീസെയിൽ ബിസിനസ്സും അതിൻ്റെ വിവാദങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് കളക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. പൊതുവെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഒട്ടും ഞാൻ അങ്ങനെ അത് ബോധർ ചെയ്യാറില്ല. കാരണം നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു, ഇത്ര വലിയ വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടിയ സിനിമകൾ നമുക്ക് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. അതിന് പ്രത്യേക കാരണങ്ങൾ, ചില കാരണങ്ങൾ കൊണ്ട് അത് നല്ല കളക്ഷൻ നേടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ബോധറിങ്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് കണ്ടന്റ് സംസാരിച്ച ഒരു സിനിമയാണ്. ഞാൻ പറഞ്ഞ പോലെ ട്രെയിലർ അടക്കം നമുക്ക് എന്തൊക്കെയോ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് ഉണ്ടെങ്കിലും എന്നാൽ പ്രോപ്പർ ജോണർ എന്താണെന്നോ കാസ്റ്റിനെ കുറിച്ചോ ഒന്നും തന്നെ ഒരു ഭയങ്കരമായ ഹൈപ്പൊന്നും തരാതെ പതിയെ ചെന്ന് അടിക്കുന്ന പോലത്തെ ഒരു സിനിമയായിരുന്നു. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ ഫുള്ളി സാറ്റിസ്ഫൈഡ് കിട്ടിയ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഉള്ളത്. പിന്നീട് ഈ സിനിമയിൽ കുറേ അധികം ഗംഭീര ഷോട്ടുകളുണ്ട്. നമുക്ക് തിയേറ്ററിൽ വിസിലടിച്ചും കൈയടിച്ചും കാണാൻ പറ്റുന്ന ഒരു ഗംഭീര ഷോട്ടുകളാണ്. ലാലേട്ടൻ്റെ ക്ലോസപ്പ് ഷോട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാതെ പുള്ളി ഇങ്ങനെ സ്ലോ മോഷനിൽ നടത്തിച്ചിട്ട് എല്ലാം ഒരേ ടൈപ്പ് ഷോട്ടുകളല്ല. ഏത് സിനിമയെ കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഗംഭീര സിനിമയാണ്. പുള്ളിയെ എങ്ങനെ എത്ര വൃത്തിക്ക് പ്രസന്റ് ചെയ്യാം എന്നുള്ളതിനെ കാണിച്ചു തന്ന സിനിമയാണ്. ഇത്തരത്തിലുള്ള സിനിമ തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ വന്നാലേ നമുക്ക് ഒരു ഉഷാറുണ്ടാവുള്ളൂ. ലാലേട്ടൻ ഫാൻസ് ഭയങ്കര ഹാപ്പിയാണ്. ഒപ്പം സിനിമ ഇഷ്ടപ്പെടുന്നവരും ഭയങ്കര ഹാപ്പിയാണ്. പുള്ളി ഇങ്ങനെ കാണാൻ പറ്റുന്നത് നമ്മൾ മറ്റേ ഡയലോഗ് പറയുന്ന പോലെ, ഞാൻ കണ്ടടാ നമ്മുടെ പഴയ ലാലേട്ടനെ എന്ന് പറയുന്ന പോലെയാണ്. ഞാനും കണ്ടു, പഴയ ലാലേട്ടനെ കണ്ടു. അപ്പോൾ
അപ്പോൾ നിങ്ങൾ തീർച്ചയായും മിസ്സാക്കാതെ കാണണം. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. തിയേറ്ററിൽ പോയി ആഘോഷിച്ച് കാണാവുന്ന സിനിമയാണ്. പോയി കാണുക. നമ്മുടെ ലാലേട്ടൻ തിരിച്ചു വന്നിരിക്കുന്നു. പ്രകടനത്തിൽ എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടനൊപ്പം തന്നെ കട്ടയ്ക്ക് പിടിച്ചു നിന്ന പ്രകടനമായിരുന്നു നമ്മുടെ പ്രകാശ് വർമ്മ, ബിനു പപ്പു തുടങ്ങിയ പ്രകടനം. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇവർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. പ്രകാശ് വർമ്മയും ബിനു പപ്പു ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, നല്ല എഴുത്ത്, നല്ല പെർഫോമൻസ്, നല്ല ഛായാഗ്രഹണം, നല്ല എഡിറ്റിംഗ്, നല്ല മ്യൂസിക് തുടങ്ങി എല്ലാ രീതിയിലും എല്ലാ മേഖലയിലും മികച്ചു നിൽക്കുന്ന ഒരു ഗംഭീര സിനിമയാണ് തുടരും. തീർച്ചയായും തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ്. പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൈ. ലാലേട്ടൻ തിരിച്ചു വന്നു.